അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും മദ്രസ ഗൈഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ പാദവാർഷിക പരീക്ഷൻ്റെ ടൈം ടേബിൾ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 18 മുതൽ 23 വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് പാദവാർഷിക പരീക്ഷ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ ഇന്ന് കുറച്ച് മുമ്പാണ് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഒന്നും തന്നെ ഇല്ല. സാധാരണ അർദ്ധവാർഷികത്തിലൊക്കെയാണ് പ്രാക്ടിക്കൽ വരാറ്. ഇൻഷാ അല്ലാഹ് അത് അർദ്ധവാർഷിക പരീക്ഷയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ പുതുതായിട്ട് 1 മുതൽ 4 വരെയുള്ളത് കഴിഞ്ഞ സിലബസ് തന്നെ ആയിരുന്നു. പക്ഷേ 5 മുതൽ അങ്ങോട്ട് 8 ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിൽ ബുക്കുകളൊക്കെ മാറിയത് കൊണ്ട് അതിൽ വിഷയങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 6 മുതലുള്ള അല്ലെങ്കിൽ 5 മുതലുള്ള ക്ലാസ്സുകളിലൊക്കെ തജ്വീദും അതുപോലെ ദുറൂസും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 6, 7, 8 ഈ ക്ലാസ്സുകളിൽ ഉപപാഠപുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസവും ഉപപാഠ പുസ്തകത്തിൻ്റെ മാർക്കൊക്കെ ഉസ്താദ് രേഖപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് അതൊക്കെ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞ ശേഷം ദുറൂസിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മാർക്ക് ലഭിക്കുക. അപ്പോൾ നമുക്കിനി ടൈം ടേബിൾ നോക്കാം. നമുക്ക് ആദ്യം തുടങ്ങുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി ജൂലൈ 18-ന് അന്ന് ശനിയാഴ്ചയാണ് വരിക. 6:30 to 8:30 വരെയാണ് പരീക്ഷ. 1-ാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല. 2-ന് ഫിഖ്ഹാണ്. അതുപോലെ ഓരോ ക്ലാസ്സിൻ്റെയും പാഠഭാഗങ്ങൾ എത്ര പാഠങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും എത്ര പാഠങ്ങളുണ്ട് എന്ന് പരീക്ഷിക്കുന്നുണ്ട് എന്നറിയാൻ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിൽ പോയാൽ മതി. മദ്രസ മലയാളം എന്നാണ് ആപ്പിൻ്റെ പേര്. ഞാൻ പറഞ്ഞ ആപ്പ് ഇതാണ്, മദ്രസ മലയാളം എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ ഈ ആപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ തന്നെ നമുക്ക് ഓരോ പാദവാർഷിക പരീക്ഷയ്ക്ക് ഓരോ ക്ലാസ്സിൽ നിന്ന് എത്ര പാഠങ്ങളാണ്, അതുപോലെ സിലബസ്, ടൈം ടേബിൾ, ഇങ്ങനെ തുടങ്ങിയ ഗൈഡുകൾ, ഡിക്ഷണറികൾ, അറബി മലയാളം കീബോർഡ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ ലഭിക്കും. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ ഇൻഷാ അല്ലാഹ് വരും. അതുപോലെ പാദവാർഷിക മോഡൽ പേപ്പറുകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2, 3, 4 എന്നിവ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2-ൽ ഫിഖ്ഹും അതുപോലെ 3-ൽ ദുറൂസുൽ ഇഹ്സാനുമാണ്. ഓരോ വിഷയത്തിലെ പാഠം എത്രയാണെന്ന് അതിലുണ്ട് കേട്ടോ, PDF ഉണ്ടാകും. പിന്നെ 4-ന് അഖീദയാണ് വിഷയം. 5-ന് ദുറൂസുൽ ഇഹ്സാൻ. കഴിഞ്ഞ വർഷം ദുറൂസുൽ ഇഹ്സാൻ ഉണ്ടായിട്ടില്ല. ഇത് പുതിയതായിട്ട് വിഷയം വിട്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു വിഷയം പോവുകയും ചെയ്തിട്ടുണ്ട് 5-ാം ക്ലാസ്സിൽ നിന്ന്, അഖീദ. പിന്നെ 6 ഫിഖ്ഹാണ്. 7 താരീഖ്. 8 ദുറൂസുൽ ഇഹ്സാൻ എന്നുള്ള വിഷയം. 9 ഫിഖ്ഹ്. 10-ാം ക്ലാസ്സിനന്ന് തഫ്സീർ എന്നുള്ള വിഷയമാണ് കേട്ടോ. പിന്നെ +1-ന് ഫിഖ്ഹ്, +2-ന് ദുറൂസുൽ ഇഹ്സാൻ. ഇനി 19/7/2026 ജൂലൈ 19-ന് ഞായറാഴ്ചയാണ്. സമയം സെയിം തന്നെയാണ്, 6:30 to 8:30. അതിൽ 1-ന് ഉണ്ടാവില്ല. 2-ന് ഖുർആൻ ഹിഫ്ള് പരീക്ഷയാണ്. 3-ന് ഖുർആൻ തദ്രീബു തിലാവ ഹിഫ്ള് ഒന്നിച്ചാണ്. 2, 3 അതുപോലെ 4 സെയിമാണ്. ഈ പറയുന്ന 3 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഖുർആൻ ഓതാനുണ്ടാകും. അതുപോലെ തന്നെ തദ്രീബു തിലാവ ചോദ്യങ്ങളുണ്ടാകും, അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ടിക്ക് ഇടാനുണ്ടാകും. അതുപോലെ ഹിഫ്ളും ഇതൊക്കെ ഒറ്റ പേപ്പറിലാണ് ആയിട്ടാണ് വരിക. പക്ഷേ എങ്കിലും ഖുർആനും തദ്രീബു തിലാവ ഒറ്റ വിഷയമാണ് കേട്ടോ. ഹിഫ്ള് മറ്റൊരു വിഷയമായിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ 6 മുതൽ 8 വരെ മുഴുവനും ഖുർആൻ ഹിഫ്ളാണ് പരീക്ഷ. 8-ന് മുകളിലേക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഇനി വലിയ ക്ലാസ്സിലൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അവർക്ക് ഓതാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ അവർക്ക് വജ്ജഹത്തുമല്ല കുനൂത്തൊക്കെയാണ് ഓതിപ്പിക്കാറ്. കുനൂത്തോ അതല്ലെങ്കിൽ വജ്ജഹത്തോ തോന്നുന്നുണ്ട്. വജ്ജഹത്തോ അത് ഓതിപ്പിക്കാറെന്ന് തോന്നുന്നു. അപ്പോൾ അത് പഠിച്ചാലും മതി കേട്ടോ. ഇനി 20-ാം തീയതി തിങ്കളാഴ്ചയാണ്. 6:30 to 8:30. ഇവിടെ ഖുർആൻ അതുപോലെ ഖിറാഅത്ത് അതുപോലെ തഫ്ഹീമു തിലാവ. അതായത് തഫ്ഹീമു തിലാവ എന്ന വിഷയത്തിലെ ഖിറാഅത്ത് വായനാ പരീക്ഷയായിരിക്കും. വായിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. 2-ന് അന്ന് വിഷയം ഒന്നുമില്ല. 3-ന് എഴുത്ത് വിഷയം.
അഖീദയാണ്. 4 ദുറൂസുൽ ഇഹ്സാനും 5 ഫിഖ്ഹ്, പിന്നെ 6 താരീഖ്, 7 തജ്വീദ്, 8 അന്ന് പരീക്ഷയില്ല, 9 താരീഖ്, 10 ഫിഖ്ഹ്, +1 ദുറൂസുൽ ഇഹ്സാൻ, +2 ഫിഖ്ഹ്. ഇനി തൊട്ടടുത്ത ദിവസം 21/7/2026 ചൊവ്വാഴ്ചയാണ്. 6:30 to 8:30 തന്നെയാണ് പരീക്ഷ ടൈം. അന്ന് 1 കിതാബത്താണ് കേട്ടോ, എഴുത്തു പരീക്ഷ. നമ്മളിവിടെ ഖിറാഅത്ത പറഞ്ഞത് വായനാ പരീക്ഷ, ഇവിടെ എഴുത്തു പരീക്ഷയാണ്. തഫീമു തിലാവയിലെ എഴുത്തു പരീക്ഷ. ചിലപ്പോൾ കളർ കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ മായ്ക്ക് റബ്ബർ, അതുപോലെ പെൻസില്, പേന, ഇതൊക്കെ കൊടുത്തയച്ചോളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒറ്റ വിഷയമാണ് ഇപ്പോൾ ഇവിടെ തഫീമു തിലാവയിൽ എഴുത്തും വായനയും. അപ്പോൾ അതിന് 14 പാഠങ്ങളാണ് ഉള്ളത്. ആ 14 പാഠത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകും. ഇനി 2 അഖീദയാണ് വിഷയം, എഴുത്തു പരീക്ഷയായിട്ട് അഖീദയാണ്. 3 ലിസാനുൽ ഖുർആനാണ് വിഷയം വരുന്നത്. 4 ഫിഖ്ഹ്, 5 താരീഖ് എന്ന വിഷയമാണ്. 6 ലിസാനുൽ ഖുർആൻ, 7 ദുറൂസുൽ ഇഹ്സാൻ, 8 ഫിഖ്ഹ്, 9 ലിസാൻ, 10 അന്ന് പരീക്ഷയില്ല, +1 ലിസാൻ, +2 തഫ്സീർ. ഇനി ബുധനാഴ്ച 22/7/2026 ബുധനാഴ്ചയാണ്. ബുധനാഴ്ച 1-ാം ക്ലാസ്സിന് പിന്നെ പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് പരീക്ഷ ഉണ്ടാവില്ല. 2 ലിസാൻ, 3 ഫിഖ്ഹ്, 4 താരീഖ്, 5 ലിസാനുൽ ഖുർആൻ, 6 തജ്വീദ്, 7 ഫിഖ്ഹ്, 8 ലിസാൻ, അതുപോലെ 9 ദുറൂസുൽ ഇഹ്സാനും, 10 ലിസാനുൽ ഖുർആനും. +1 +2 പരീക്ഷയില്ല. പിന്നെ 23-ാം തീയതി, അതായത് വ്യാഴാഴ്ചയാണ് വരിക. 1-ാം ക്ലാസ്സിന് പരീക്ഷ ഉണ്ടാവില്ല. 2 ദുറൂസുൽ ഇഹ്സാനും, അതുപോലെ 3 താരീഖ്, 4 ലിസാൻ, 5 തജ്വീദ്, 6 ദുറൂസുൽ ഇഹ്സാൻ, 7 ലിസാനുൽ ഖുർആൻ, 8 താരീഖ്. 9-ാം ക്ലാസ്സിനന്ന് പരീക്ഷ ഉണ്ടാവില്ല. 10 ദുറൂസുൽ ഇഹ്സാൻ, +1 തഫ്സീറാണ്, പിന്നെ +2 ലിസാനുൽ ഖുർആനാണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ടൈം ടേബിൾ ഉള്ളത്. എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ ചിലപ്പോൾ ടൈം ടേബിൾ മാറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലെ ടൈം ടേബിൾ മനസ്സിലാക്കിയിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിക്കുക. ചിലപ്പോൾ പാഠഭാഗം തീർന്നിട്ടുണ്ടാവില്ല, കാരണം മുഹറം ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഉസ്താദുമാരൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, മുഹറം മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പാടെ ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരികയുള്ളൂ. പിന്നെ പുതിയതായിട്ട് സിലബസിൽ വന്നിട്ടുള്ള 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പുതിയ വിഷയങ്ങളാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ടഫായിട്ടൊക്കെ തോന്നും ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ടും, പിന്നെ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടും. പിന്നെ ഉപപാഠപുസ്തകമാണ്. ഉപപാഠപുസ്തകത്തിൽ എങ്ങനെയാണ് മാർക്ക് വരിക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മാസത്തിലും കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, ക്ലാസ്സിൽ നിന്ന് ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം പറയുന്ന കുട്ടികൾ അവിടെ മാർക്ക് രേഖപ്പെടുത്തും. ശേഷം അത് ദുറൂസുൽ ഇഹ്സാനിലെ പരീക്ഷയ്ക്ക് മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ മാർക്ക് തരിക കേട്ടോ. അങ്ങനെ ഉണ്ടാവുക. ഉപപാഠപുസ്തകത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വരുന്ന ഇത് നമ്മളെ ആപ്പിൽ തന്നെ ഉണ്ട്. ആ ആപ്പ് പോയി സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.